വെൽക്കം ടു ഐലാസ് ക്രിയേറ്റീവിലെ എല്ലാ കൂട്ടുകാർക്കും സുഖമില്ല. നമുക്ക് ഇന്നൊരു അടിപൊളി മണ്ടാലയായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ വേണം. ആക്രിലിക് പെയിൻറ് എടുക്കുന്നുണ്ട്, മാസ്കിംഗ് ടേപ്പ്, കോമ്പസ്, അതുപോലെ ഒരു CD മാർക്കറും. സാധാരണ നമുക്കൊരു മണ്ടാലയായിട്ട് വരയ്ക്കാൻ ഇതുപോലെ ഒരു പേപ്പറോ അതുപോലെ സ്കെച്ച് പെന്നോ 3D മാർക്കറോ അതല്ലെങ്കിൽ ഒരു കോമ്പസ് സർക്കിൾ വരയ്ക്കാനായിട്ട് മതിയാവും. പക്ഷേ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുത്തിട്ടാണ് അതിലാണ് ഈ ഒരു മണ്ടാലയായിട്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഈ ഒരു പേപ്പറിൻ്റെ 4 സൈഡ് ഇതുപോലെ ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പല പാറ്റേൺസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിന് പശ കളഞ്ഞ ശേഷമായിരിക്കണം ഒട്ടിച്ചെടുക്കേണ്ടത്, ഡയറക്റ്റായിട്ട് ഒട്ടിക്കരുത്. അതിനുശേഷം നമുക്ക് ഓരോ പാറ്റേണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഫിൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് എടുക്കരുത്, നമ്മുടെ ഡിസൈൻ അത്രയ്ക്ക് എടുത്ത് കാണിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ കളർ ചെയ്തെടുത്ത ശേഷം അത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് അതിൽ ഉള്ളിൽ ഒട്ടിച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്സ് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സൈഡിലെ മാസ്കിംഗ് ടേപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ ഒരു കോമ്പസ് എടുത്ത ശേഷം ഞാൻ അതിൻ്റെ പെൻസിലിന് പകരം ഞാനിവിടെ സ്കെച്ച് പെൻ, ബ്ലാക്ക് സ്കെച്ച് പെൻ ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിച്ചിട്ട് കുറച്ച് സെമി സർക്കിൾസ് വരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സെമി സർക്കിൾ ഞാൻ എടുക്കുന്നത് ഒരു 12 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു 11 സെമി സർക്കിൾസ് വരുന്ന രീതിയിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെമി സർക്കിൾസ് വരയ്ക്കുമ്പോൾ നമുക്ക് ചിലത് തൊട്ടടുത്ത് ചേർത്ത് വരയ്ക്കാം, അത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ രീതിയിൽ നമുക്ക് കുറച്ച് സെമി സർക്കിൾസ് വരച്ചെടുക്കാം. നമ്മുടെ ഐഡിയക്ക് ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഐഡിയക്കാണ് ഞാൻ ഈ ഒരു ഇത് വരച്ചെടുക്കുന്നത് സെമി സർക്കിൾസ്. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് എങ്ങനെയാണോ വേണ്ടത്, നമുക്കൊരു ഐഡിയ കാണുമല്ലോ, ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ കുറച്ച് സെമി സർക്കിൾസ് വരച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ പാറ്റേൺസ് ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഭയങ്കര ബേസിക്സ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് വരച്ചെടുക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിലുള്ള പാറ്റേൺസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ബേസിക്സ് പാറ്റേൺസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ CD മാർക്കറാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് നമുക്ക് ഓരോ പാറ്റേൺസ് ആയിട്ട് വരച്ചെടുക്കാമേ. കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺസ് വരച്ചെടുത്തതിന് ശേഷം എൻ്റെ ചുറ്റും ഒട്ടിച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് മാറ്റണം. ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ബൈ ബൈ.